ഇവിടെ ഡിവിഷൻ ബെഞ്ച് കമ്മീഷൻ പ്രവർത്തനം പുനരാരംഭിക്കാൻ അനുവദിച്ചു. അത് കഴിഞ്ഞ് റിപ്പോർട്ടും കൊടുക്കാം. പിന്നെ റിപ്പോർട്ടിന്മേലുള്ള നടപടി ഹൈക്കോടതിയിലെ ഉത്തരവനുസരിച്ചായിരിക്കും മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി അവർ സുപ്രീം കോടതി പോകുന്നില്ലെങ്കിൽ ഈ ഓർഡർ നിലനിൽക്കുകയാണെങ്കിൽ കമ്മീഷൻ പ്രവർത്തനം പുനരാരംഭിക്കും. റിപ്പോർട്ട് കഴിയുന്നതും വേഗം പഠിച്ചു കൊടുക്കും. ഈ ഫെബ്രുവരി മാസത്തിനകം ഒരു പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്നായിരുന്നു കരുതിയത്. ഇനി നമുക്ക് ഈ പ്രവർത്തനം എന്നത്തേക്ക്? അല്ല, 2 മാസത്തിൽ കൂടുതൽ കമ്മീഷന്റെ പ്രവർത്തനം നിലച്ചു പോയിരുന്നു കോടതി കേസ് കാരണം. അതുകൊണ്ട് ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തു. മെയ് 30 വരെ നീട്ടിയായിരുന്നു. അപ്പോൾ അതിപ്പോഴും ഉണ്ട്, മെയ് 30 വരെ സമയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, 2 മാസം കഷ്ടിച്ചുകൊണ്ട് കൊടുത്ത് റിപ്പോർട്ട് കൊടുക്കാൻ ഒക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ട് മെയ് മാസം അവസാനത്തിന് മുമ്പ് കൊടുക്കണം എന്നാണ് ഗവൺമെന്റ് പറഞ്ഞേക്കണേ. അത് കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം അങ്ങനെയായിരുന്നു. പക്ഷേ അതിനുമുമ്പ് വളരെ മുമ്പ് തന്നെ കേസ് വന്നു, കോടതി കേസ് വന്നു. കോടതി കേസ് വന്നപ്പോൾ പ്രവർത്തനം നിർത്തിവെച്ച് കാര്യം കോടതിയിൽ കമ്മീഷനെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ കമ്മീഷൻ മുമ്പോട്ട് പോകുന്നത് ശരിയല്ലെന്ന് ഓർത്തു. അതുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. സ്റ്റേ ഒന്നും ഇല്ലായിരുന്നു, എങ്കിൽ പോലും കമ്മീഷൻ പ്രവർത്തിച്ചില്ല. അത് പിന്നെ കോടതി കമ്മീഷന്റെ പ്രവർത്തനം തടഞ്ഞു. അത് കഴിഞ്ഞപ്പം രണ്ടാമത് ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ അപ്പീൽ പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു സിംഗിൾ ജഡ്ജിനെ. അല്ല, കമ്മീഷനെ സംബന്ധിച്ചോളം പറയണേ, കമ്മീഷൻ സർക്കാരിന് തന്നിട്ടുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. അതിന്റെ പരിധിക്കുള്ളിൽ വെച്ച് മാത്രമേ കമ്മീഷൻ പ്രവർത്തിക്കാൻ ഒക്കുള്ളൂ. തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട കോടതികളാണ്. അഡ്ജുഡിക്കേഷൻ പവർ എല്ലാം ട്രൈബ്യൂണലിനും കോടതിക്കുമാണ്. പിന്നെ ഇപ്പം ട്രൈബ്യൂണലിൽ കിടക്കുകയാണ് ഇതിന്റെ കേസ്. അതായത് ഫറൂഖ് കോളേജ് കൊടുത്ത കേസുകൾ വക്കഫ് ട്രൈബ്യൂണലിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഹൈക്കോടതിയിൽ അവർ കേസ് പോയതൊക്കെ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. കമ്മീഷൻ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇത് ഇനി പുതിയ നിയമം നിയമ ഭേദഗതി വന്നൊരു പശ്ചാത്തലമുണ്ട് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട്. അതെല്ലാം കമ്മീഷന്റെ പ്രവർത്തനത്തെ ഏത് രീതിയിലായിരിക്കും ബാധിക്കും? നിയമ ഭേദഗതി ഏത് രീതിയിൽ ഈ വഖഫ് പ്രശ്നത്തിന് ബാധകമാകും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലും കോടതികളുമാണ്, വാസ്തവത്തിൽ കമ്മീഷനല്ല. പിന്നെ വലിയൊരു അമെന്റ്മെന്റ് എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിന്റെ ഓർഡർ നേരത്തെ ഫൈനലായിരുന്നു. ഇപ്പം അതിന് മുകളിലേക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീലുണ്ട്. അതുകൊണ്ട് ഒരു ലെയർ വലിയ അപ്പീലുണ്ട് ഹൈക്കോടതിയിലേക്ക്. അതുകൊണ്ട് വലിയൊരു ആശ്വാസമാണ് അത് പാർട്ടീസിന്. അതെന്ന് വെച്ചാൽ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ കോടതിയിൽ അപ്പീൽ കൊടുക്കാമല്ലോ, നേരത്തെ അപ്പീലില്ലായിരുന്നു. അതല്ലാതെ ഇതിന്റെ വിശദമായിട്ടുള്ള ഈ അമെന്റ്മെന്റിന്റെ സ്കോപ്പിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ അമെന്റ്മെന്റിന്റെ ഇമ്പാക്റ്റ്, അതിന്റെ ഏത് രീതിയിൽ അത് അനമ്പത്തിനെ ബാധിക്കും എന്നുള്ളത് നിലവിലെ കേസുകളിൽ കോടതി തന്നെ അഡ്ജുഡിക്കേറ്റ് ചെയ്യണം. കോടതിയുടെ അഡ്ജുഡിക്കേഷൻ പരിധിക്കുള്ള കാര്യമൊന്നും കമ്മീഷൻ തീരുമാനിക്കാൻ അധികാരമില്ല. കമ്മീഷൻ അതിന്റെ പ്രശ്നപരിഹാരം അഭിപ്രായം പറഞ്ഞു കൊടുക്കുക, ഗവൺമെന്റ് കൊടുക്കാമെന്ന് മാത്രമേ സാധിക്കുള്ളൂ. ഇനി ഞാൻ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുമല്ല, ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇനി പഠിച്ച് റിപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. രേഖകൾ ഒത്തിരി പേര് തന്നിട്ടുണ്ട്. രേഖകൾ പഠിച്ച് കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് നോക്കി അതനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കും ഗവൺമെന്റിന്. അല്ല, മെയ് 31 വരെ ടൈം ഉണ്ടല്ലോ. മെയ് 30 മുമ്പ് റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ ശ്രമിക്കും, മിക്കവാറും നടക്കും. സുപ്രീം കോടതിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കമ്മീഷൻ മുമ്പോട്ട് പോയി റിപ്പോർട്ട് കൊടുക്കാൻ നോക്കും. സുപ്രീം കോടതി പോയാൽ പിന്നെ സുപ്രീം കോടതി ഓർഡർ ആയിരിക്കും അതിന്റെ അന്തിമമായിട്ടുള്ള ഓർഡർ. പിന്നെ അത് കോടതി തന്നെ അനുവദിച്ചല്ലോ. ഇന്നത്തെ ഓർഡർ തന്നെ അങ്ങനെയാണെന്നാണ് വക്കീൽ എന്നോട് പറഞ്ഞത്. അന്ന് മുതൽ തന്നെ തുടരും.